ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനത്തിലേക്ക് വാച്ച്മാൻ എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാണ്. നമുക്കിനി ഡീറ്റെയിൽ ആയി വീഡിയോ എടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് 21/2025. കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈനിലൂടെ 8 തവണ രജിസ്ട്രേഷൻ വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഉദ്യോഗ പേര് വാച്ച്മാനാണ് പറഞ്ഞിട്ടുള്ളത്. ശമ്പളം 16,500 മുതൽ 37,500 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം 1 പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രൊബേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. നോംസ് പ്രകാരം ജോലിയിൽ പ്രവേശിച്ച ആദ്യത്തെ 2 വർഷത്തെ തുടർച്ചയായ 2 വർഷത്തിൽ 1 വർഷം പ്രൊബേഷണറി പീരീഡായി കൺസിഡർ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നിയമന രീതി പറഞ്ഞിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1985 1/1/2007 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഇതിൽ റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാണ്. അതോടൊപ്പം തന്നെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട വിധം പറഞ്ഞിട്ടുണ്ട്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.government.in പോയിട്ട് 8 തവണ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് ഇവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതോടൊപ്പം നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ട്. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഫോട്ടോ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത പക്ഷം നമ്മുടെ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 4/6/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.